അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുവന്യരായ ഉസ്താദുമാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്തിഗാസ ഖുർആനിക പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അമ്പിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾ അവരുടെ കറാമത്ത് കൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ജീവിതകാലത്തോ മരണപ്പെട്ടതിന് ശേഷമോ അവരോട് സഹായം തേടുന്നതിനെയാണ് സാങ്കേതികമായി ഇസ്തിഗാസ എന്ന് പറയുന്നത്. എന്നാൽ ഇത് ശിർക്കും കുഫറുമാണെന്നാണ് ഇവിടെയുള്ള പുത്തനാശയക്കാർ വാദിക്കുന്നത്. ഇസ്തിഗാസ പുണ്യകർമ്മമാണെന്നും അതിലൂടെ സഹായം ലഭിക്കുമെന്നും മുൻഗാമികളായ പ്രവാചകന്മാരടക്കം ഇസ്തിഗാസ ചെയ്തവരാണെന്നും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം തേടിയിട്ടുണ്ടെന്നും അവരുടെ അനുയായികൾ പോലും അവരോട് സഹായം തേടിയിട്ടുണ്ടെന്നും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പലയിടത്തായി വിളിച്ചു പറയുന്നുണ്ട്. അത് വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ 55-ാം ആയത്തിലൂടെ പറയുന്നുണ്ട്, ഇന്നമാ വലിയുകുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഅ്തൂനസ് സകാത്ത വഹും റാക്കിഊൻ. നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹുവും അവൻ്റെ റസൂലും മുഅ്മിനുകളായ ആളുകളുമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൻ്റെ 12-ാം വാള്യം 28-ാം പേജിൽ പറയുന്നുണ്ട്, ഈ വലിയ എന്നതിൻ്റെ അർത്ഥം സഹായി എന്നാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും ഗണ്യതമായി പറയാൻ കഴിയും. ഇതിലെ മുഅ്മിനുകൾ, വല്ലദീന ആമനു എന്ന് പറഞ്ഞ മുഅ്മിനുകളെ കൊണ്ട് ഉദ്ദേശം മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മുഅ്മിനീങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട താബിയുകളായ ഖതാദ റളിയല്ലാഹു അൻഹും സുഫിയാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള താബിയുകളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് തഫ്സീറു തൊബരി 28-ാം വാള്യം 105-ാം പേജിലും നമുക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ നിരവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. മറ്റൊരിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, സൂറത്തു തഹ്രീമിൻ്റെ 4-ാമത്തെ ആയത്ത്, ഇൻ തലാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനൂന വൽ മലായികതു ബഅദ ദാലിക ലഹീർ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ അല്ലാഹുവും അവൻ്റെ മലക്കുകളും ജിബ്രീലും മറ്റു മുഅ്മിനുകളായ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത്രയും വളരെ വ്യക്തമായി മുഅ്മിനുകളായ നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളൊക്കെ നമ്മെ സഹായിക്കും, മുഅ്മിനുകളുടെ സഹായികളാണെന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റു പ്രവാചകന്മാരാരെങ്കിലും അവരുടെ കാലത്തുള്ള ഔലിയാക്കളോടോ മറ്റമ്പിയാക്കളോടോ അതല്ലെങ്കിൽ അവരുടെ അനുയായികൾ തന്നെ ആ പ്രവാചകന്മാരോടോ മറ്റോ സഹായം ചോദിച്ചതായിട്ടുണ്ടോ, അതിന് തെളിവുകളുണ്ടോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നംലിൻ്റെ 39-ാം ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതനായ വലിയായ ആസഫ് ഇബ്നു ബർഖിയ എന്ന ഒരു വലിയനോട് സഹായം തേടിയ സംഭവം അല്ലാഹു തആല പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ആ ബിൽഖീസ് രാജ്ഞിയും അവരുടെ പട്ടാളക്കാരും നമ്മുടെ ഈ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ ആ സിംഹാസനം ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക? നമുക്കറിയാം, ഒരുപാട് ദിവസങ്ങളോളം യാത്ര ചെയ്ത് പോയി വരേണ്ട ഒരു നാട്ടിൽ നിന്ന് വലിയൊരു രാജാവിൻ്റെ സിംഹാസനം ഇവിടെ എത്തിക്കുക, നിമിഷ നേരങ്ങൾക്കകം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഭൗതികമായ രൂപത്തിൽ നാം ചിന്തിക്കുമ്പോൾ അതൊരിക്കലും പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ
ആ സദസ്സിൽ നിന്ന് എണീറ്റു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ആസിഫ് ഇബ്നു ബർഖിയ എന്ന അള്ളാഹുവിൻ്റെ വലിയുകളിൽപ്പെട്ട ആ വ്യക്തി പറയുകയാണ്, അന ആതീക ഖബ്ല അയർതദ്ദ ഇലൈക ത്വർഫുക്, നബിയെ അങ്ങയുടെ കണ്ണിമ വിട്ട് ചിമ്മുന്നതിൻ്റെ മുൻപേ ഞാൻ ആ സിംഹാസനം കൊണ്ടുവന്നു തരാം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അബൗദ്ധികമായ മാർഗത്തിലൂടെ സഹായം തേടുകയും അബൗദ്ധികമായ മാർഗത്തിലൂടെ കണ്ണിമ വെട്ടുന്ന നിമിഷം കൊണ്ട് വലിയ സിംഹാസനം ദിവസങ്ങളോളം യാത്ര ചെയ്ത് കൊണ്ടുവരേണ്ട ദൂരത്ത് നിന്ന് നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് നാം ഇതിലൂടെ കണ്ടത്. പ്രിയമുള്ളവരെ, എന്താണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? നമുക്കെല്ലാം വ്യക്തമായതാണ്. മറ്റ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുത്തെ സമുദായത്തിൽപ്പെട്ട, അവിടുത്തെ അനുയായികളിൽപ്പെട്ട, അനുചരിൽപ്പെട്ട ഒരു വലിയനോട് സഹായം തേടുകയും അത് മുഖേന സഹായം ലഭിക്കുകയും ചെയ്തു. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ സമുദായം, നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല, അങ്ങ് മഴ വർഷിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് വെള്ളം തരണം, ഞങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പരാതിപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വെള്ളം കൊടുത്ത സംഭവം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, വഔഹൈനാ ഇലാ മൂസ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് ബിഅസാക്കൽ ഹജറ ഫംബജസത് മിൻഹു ഇസ്നതാ അശറത ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ സമുദായം വെള്ളം ആവശ്യപ്പെടുകയാണ്. അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണോ? അതല്ല, അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകിയ, അല്ലാഹു തആല കറാമത്ത് നൽകിയ അവൻ്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ സഹായം തേടാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമായി അല്ലാഹു തആല നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് പാറയിലടിക്കാൻ പറയുകയാണ്. നബിയെ, അങ്ങയുടെ കയ്യിലുള്ള ആ വടി കൊണ്ട് ആ പാറയിലൊന്ന് അടിക്കൂ. 12 നദികളായി ആ പാറയിൽ നിന്ന് പൊട്ടിയൊലിച്ചു എന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, മഴയില്ലാത്തതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായം അവിടുത്തോട് സഹായം തേടുകയാണ്. ആ സഹായം തേടുക മുഖേന അവർക്ക് മൂസാ നബി അലൈഹിസ്സലാം വെള്ളം നൽകുന്നു. ഇത് നമ്മുടെ ഭൗതികമായ രൂപത്തിലൂടെയല്ല, അവർക്ക് കിണർ കുഴിച്ചു കൊടുത്തുകൊണ്ടല്ല, പാറകൾ തുരന്ന് നദി ഉണ്ടാക്കിക്കൊണ്ടല്ല, വെറും ഒരു വടി കൊണ്ടടിച്ച് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരു പാറയിൽ നിന്ന് 12 നദികൾ പുറപ്പെടിച്ചുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം, ഇവിടെ എങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ സഹായിച്ചത്? ഇങ്ങനെ സഹായിക്കാൻ ഒരു പ്രവാചകൻ ഒരിക്കലും അവരുടെ അനുയായികൾ അവരോട് ശിർക്കോ കുഫ്റോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രവാചകനും അത് അംഗീകരിക്കുകയില്ല. മറിച്ച് അവരോട് ആ ചോദ്യത്തെ തന്നെ തിരുത്താൻ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ശ്രമിക്കുമായിരുന്നു. അവരോട് ചോദ്യത്തെ തിരുത്തിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് എങ്ങനെയാണ് സഹായം ലഭിക്കുക എന്ന് പോലും ഈ ആയത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാം അവരെ പഠിപ്പിക്കുന്ന ഒരു ഉത്തമ മാതൃകയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഒരു വിശ്വാസിക്ക്, ഒരടിമക്ക് അള്ളാഹു പോരെ എന്ന്. പ്രിയമുള്ളവരെ, അള്ളാഹു തആല തന്നെ പറയുന്നു, അള്ളാഹുവിന് പുറമെ നിങ്ങളെ പലരും സഹായിക്കാനുണ്ട്. പക്ഷേ ആ സഹായം എങ്ങനെയാണെന്നതൊക്കെ അത് അവരുടെ കറാമത്ത് കൊണ്ടും മുഅ്ജിസത്ത് കൊണ്ടുമാണെന്ന് നമ്മൾ ആദ്യമേ ഇസ്തിഗാസയുടെ നിർവചനത്തിൽ പറഞ്ഞു. അള്ളാഹു തആല പറയുകയാണ്, യാ അയ്യുഹൻ നബിയു ഹസ്ബുകല്ലാഹ്, നബിയെ അങ്ങേക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞ അല്ലാഹു നിർത്തിയില്ല. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അങ്ങേക്ക് അങ്ങയോട് പിൻപറ്റിയ മുഅ്മിനുകളായ ജനങ്ങളുമുണ്ടെന്ന്, സഹായികളായിട്ടുണ്ടെന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി പറയുന്നു.
പ്രിയമുള്ളവരെ, അള്ളാഹു മാത്രം പോരെ എന്ന് പറഞ്ഞ് സാധാരണ വിശ്വാസികളായ ആളുകളെ കബളിപ്പിക്കുന്ന വഹാബികളോട്, മറ്റ് പ്രസ്ഥാനക്കാരോട് നമുക്ക് പറയാനുള്ളത് യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ എന്ന ഈ വിശുദ്ധമായ ആയത്ത് തന്നെയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ബിദ്അത്തിന്റെ കക്ഷികളും തർക്കത്തിലിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെ അനായാസം സമർത്ഥിക്കുന്ന ഈ സുന്ദരമായ വേദിയിൽ അഹ്ലുസുന്ന എന്ന വിഷയമാണ് നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാൻ ലഭിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് വിവിധ മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിലും സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമേതര മതങ്ങളെ പുൽകിയവൻ അവൻ ആഖിറത്തിൽ നഷ്ടത്തിലായവനാണ്, പരാജിതനാണ് എന്ന് ഓർമ്മപ്പെടുത്തി. എന്നാൽ ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ തന്നെ വിവിധ വിഭാഗങ്ങളും വിവിധ അഭിപ്രായ ഭിന്നതകളും വിവിധ ഗ്രൂപ്പുകളുമുണ്ട്. ഈ നവയുഗത്തിൽ അഹ്ലുസുന്ന എന്ന ലേബലിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ സംഘടനകളുണ്ട്. ഈ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാ നിസ്കാരങ്ങളിലും ഫർളായി തന്നെ നാം ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു ജല്ല വഅല ഓർമ്മപ്പെടുത്തുന്നത് നമ്മളോട് പ്രാർത്ഥിക്കാനാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളുടെ ഹിദായത്തിനെ മുസ്തഖീമായ സിറാത്തിൽ നീ നിലയുറപ്പിച്ചു തരണം, ഈ ഹിദായത്ത് നിലനിർത്തി തരണം. അസ്സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലൂടെ. ഏതാണ് ഈ മുസ്തഖീമായ സിറാത്ത് എന്ന് പറയുന്നത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അത് ആരുടെ പാതയാണ്? അല്ലാഹു പ്രത്യേകം നിഅമത്ത് ചെയ്ത വിഭാഗം, ആ ആളുകളുടെ പാതയാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പോൾ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണം എന്ന് പറയുമ്പോൾ ആരാണ് ഈ പ്രത്യേക നിഅമത്ത് കിട്ടിയ വിഭാഗം? അത് വളരെ വ്യക്തമായി സൂറത്തുൻ നിസായിൽ
69-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും വഴിപ്പെട്ടവരാണ്. അവർ പ്രത്യേകമായ നിഅമത്ത് കിട്ടിയ വിഭാഗമാണ്. അവരാരാണ്? നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹുകളാണ്. ആരാണ് ഈ നബിമാർ? അതാ 1,25,000-ഓളം വരുന്ന പല റിവായത്തുകളിലായി പലവിധേന റിപ്പോർട്ട് ചെയ്യപ്പെട്ട നബിമാർ. ആ നബിമാർ കൈമാറി വന്ന ആശയങ്ങളിലൂടെ സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക തൗഫീഖ് ലഭിച്ച സ്വഹാബാക്കൾ, അവരിലൂടെ കൈമാറിപ്പോന്ന ആശയം. ശുഹദാക്കൾ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം യുദ്ധം ചെയ്ത് പരിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയവർ. അസ്വാലിഹീൻ, അവരാരാണ്? അവർ സ്വഹാബത്തിൻ്റെ ശേഷം താഴേക്കിടയിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള തഫ്സീറുകളിൽ നമുക്കിതിൻ്റെ വ്യാഖ്യാനം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അത് ആരുടെ റൂട്ടാണ്? അത് നബിമാരുടെ റൂട്ടാണ്, സിദ്ദീഖീങ്ങളുടെ സ്വഹാബത്തിൻ്റെ റൂട്ടാണ്, തബഉത്താബിഉകളുടെ റൂട്ടാണ്. എന്നാൽ ഇവിടെയുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ അവർ സിറാത്തുൽ ഖുർആനി വസ്സുനനി വസ്സുന്നതി, സുന്നത്തുകളുടെയും ഖുർആനിൻ്റെയും ലേബലിൽ ജനങ്ങളെ വഞ്ചിച്ച് അഹ്ലുസുന്ന എന്ന പേരിൽ പ്രബോധനം നടത്തുന്നവരാണ് ഇവിടെയുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആരാണ് എന്ന് ബോധ്യപ്പെടാൻ വളരെ സിമ്പിളാണ്. തംബീഹുൽ ഗാഫിലീനിൻ്റെ 207-ാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന ഹാദിഹിൽ ഉമ്മത സതഫ്തരിഖു അലാ 72 മില്ല. അതെ, ഈ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വഴിപ്പെട്ടു പോരുന്ന ഈ ഉമ്മത്ത് തന്നെ 71 വിഭാഗമായി പിരിയുമെന്നും എല്ലാവരും നരകത്തിലാണ്, ഒരു കൂട്ടർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, ഏതാണ് ഒരു വിഭാഗമെന്ന് ചോദിച്ചപ്പോൾ ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? അവരുടെ നേതാവാകുന്ന ഇബ്നു തൈമിയ്യ തന്നെ പറയട്ടെ, ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. അത് ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളാണ്. ആ അയിമ്മത്തുകളെ നന്മ കൊള്ള പിൻപറ്റിയ ആളുകളാണ്. ഈ ഒരു വഴിയാണ്, ഈ ഒരു ത്വരീഖാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. എന്നാൽ വാഴക്കാട് MT അബ്ദുറഹ്മാൻ മൗലവി എന്ന ആള് അദ്ദേഹത്തിൻ്റെ ജുമുഅ കുത്തുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൻ്റെ 84-ാമത്തെ പേജിൽ അദ്ദേഹം വളരെ വ്യക്തമായി തുറന്നടിച്ച് എഴുതുന്നത്, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ല. സ്വഹാബത്തിൻ്റെ ഒന്നടങ്കം കേരളത്തിലെ മുസ്ലിയാക്കന്മാരോട് തുല്യപ്പെടുത്തി. അവരെ പിൻപറ്റാൻ കൊള്ളൂല. അതുകൊണ്ട് ഖുർആൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഹദീസ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ റൂട്ടിലൂടെ മുന്നോട്ട് പോകണം എന്ന വിഖണ്ഡവാദത്തിന്റെ ആളുകളാണ് ഈ ബിദ്അത്തിന്റെ കക്ഷികൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളായ പണ്ഡിതന്മാർ? അവർ
മല പോലെയുള്ള ആലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാണ്? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിനു ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. എന്ന് മാത്രമല്ല, ഈ 10 ലക്ഷം ഹദീസിന്റെ റിജാലിന്റെ സനദും അവരുടെ ചരിത്രങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ വിജ്ഞാന സാഗരങ്ങളായിരുന്നു അവർ. ആ അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, എനിക്കൊരു ഖഫാ വന്നാൽ, ഒരു മസ്അലയിൽ എനിക്ക് ഖഫാ വന്നാൽ, ഞാൻ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കാണുകയും അവിടുന്ന് മസ്അല തഹരീറാക്കി ഫത്വ അവർ എന്താണോ നൽകിയത് അതുതന്നെ ഞാൻ നൽകാറുണ്ട്. എന്നാൽ ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതോ, എനിക്ക് മസ്അലകളിൽ എനിക്ക് ഒരു മസ്അല വന്നാൽ ഞാൻ 300 തവണയും അതിലേറെയുമൊക്കെ ഖുർആൻ പാരായണം ചെയ്ത് ഖൽബിലിങ്ങനെ കൊണ്ടുവരും എന്ന് ആ മഹാനിധന്മാർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ ഹദീസുകളിലും ഇത്രയേറെ ഖുർആനുകളിലും പ്രാവീണ്യമുള്ള അഇമ്മത്തുകൾ വഴി കൈമാറിപ്പോന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാണ് നേരായ മാർഗം എന്ന് പറയുന്നത്. ആ ചങ്ങല മുറിച്ചു മാറ്റി തൻ്റെ സ്വന്തം വാദഗതികളെ മുന്നോട്ട് കൊണ്ടുവന്ന ബിദ്അത്തിന്റെ കക്ഷികൾ, അവർ ഖുർആനിനോടോ സുന്നത്തിനോടോ യോജിച്ചവരല്ല. അവർ അസ്ഹാബുർ റഈ, സ്വന്തം അഭിപ്രായത്തിൽ ചീഞ്ഞളിഞ്ഞ ജീവിതം ലോകത്തിന് സമർപ്പിച്ച ദുഷ്കരുണരാണ്. അതുകൊണ്ട് അല്ലാഹു ജല്ല വഅല നമ്മളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിലയുറപ്പിച്ച് നമ്മുടെ ഇരുലോകം അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.